പ്രിയരെ നമസ്കാരം. 18 പുരാണങ്ങളെക്കുറിച്ചുള്ള വിവരണത്തിൽ വായു പുരാണത്തിലെ 4ാമത്തെ വീഡിയോ ആണിത്. 3ാമത്തെ വീഡിയോ വേദവ്യാസന്റെ ശിഷ്യനായ ലോമഹർഷണനോട് അശ്വമേധത്തിന്റെ വിശദമായ വിവരണം യാഗം നടത്തുന്ന മുനിവര്യന്മാർ ചോദിക്കുന്നിടത്ത് അവസാനിപ്പിച്ചിരുന്നു. അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നിങ്ങൾ പറഞ്ഞ ഈ കുതിരബലി എന്താണ്? ദയവായി ഞങ്ങളോട് ആ കഥ പറയൂ. മുനിമാർ ലോമഹർഷണനോട് ആവശ്യപ്പെട്ടു. അയോധ്യയിലെ ജനകരാജാവ് ഒരു അശ്വമേധ യജ്ഞം അഥവാ അശ്വമേധ യാഗം സംഘടിപ്പിച്ചു. ചടങ്ങിൽ പങ്കെടുക്കുവാൻ ദൂരെ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ എത്തിയിരുന്നു. നിരവധി ഋഷിമാർ അവരുടെ സാന്നിധ്യത്താൽ ചടങ്ങിനെ മംഗളകരമാക്കി. സമ്മേളിച്ചിരിക്കുന്ന ഋഷിമാരിൽ ഏറ്റവും ഉന്നതൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ജനകരാജാവ് ചിന്തിച്ചു തുടങ്ങി. അതിനായി അദ്ദേഹം ഒരു പദ്ധതി ആവിഷ്കരിച്ചു. 1000 കന്നുകാലികളെയും 1000കണക്കിന് സ്വർണ്ണാഭരണങ്ങളും നിരവധി ഗ്രാമങ്ങളും നിരവധി സേവകരെയും ദാനം ചെയ്യാൻ ജനകൻ തീരുമാനിച്ചു. തുടർന്ന് അദ്ദേഹം ഋഷിമാരോട് പറഞ്ഞു, ഈ ധാന്യങ്ങളെല്ലാം ഞാൻ ശേഖരിച്ചത് അറിവിനുള്ള സ്തുത്യുപഹാരമായിട്ടാണ്. എന്നാൽ നിങ്ങളിൽ ആരാണ് ശ്രേഷ്ഠൻ എന്ന് തീരുമാനിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അത് സ്വയം വിലയിരുത്തിക്കൂടാ? നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിക്ക് ഈ സമ്പത്ത് മുഴുവൻ അവകാശപ്പെട്ടതാണ്. അത് കേട്ടപാടെ ഋഷിമാർ പരസ്പരം തർക്കിക്കാനും വഴക്കിടാനും തുടങ്ങി. ഓരോരുത്തർക്കും ആ സമ്പത്ത് വേണം. അതിനാൽ തന്നെ ഓരോ മഹർഷിയും ഞാൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാണെന്ന് ഉറച്ചു വിശ്വസിച്ചു. ഋഷിമാരിൽ മഹാനായ യജ്ഞവൽക്യനും അവിടെ ആഗതനായിരുന്നു. യജ്ഞവൽക്യൻ തൻ്റെ ശിഷ്യനോട് പറഞ്ഞു, ഈ സമ്പത്തെല്ലാം നമ്മുടെ ഭവനത്തിലേക്ക് കൊണ്ടുപോകൂ. ഞാൻ ഋഷിമാരിൽ ഏറ്റവും പണ്ഡിതനാണ്. ഞാൻ വേദങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ട്. എന്നെ വെല്ലുവിളിക്കാൻ തയ്യാറുള്ള ആരുമായും ഞാൻ തർക്കിക്കും. സ്വാഭാവികമായും മറ്റു ഋഷിമാർ ഈ വാക്കുകളിൽ ഒട്ടും തൃപ്തരായില്ല. അവർ യജ്ഞവൽക്യനുമായി തർക്കിക്കാൻ തുടങ്ങി. എല്ലാ ഋഷിമാരും യജ്ഞവൽക്യനെതിരെ ഒത്തുചേർന്നെങ്കിലും അവരാരും അദ്ദേഹവുമായി പൊരുത്തപ്പെടുന്നില്ല. യജ്ഞവൽക്യൻ തർക്കശാസ്ത്രത്തിൽ അവരെ എളുപ്പത്തിൽ പരാജയപ്പെടുത്തി. തുടർന്ന് യജ്ഞവൽക്യൻ ശകല്യമുനിയെ അഭിസംബോധന ചെയ്തു. എന്തുപറ്റി ശകല്യരെ? താങ്കൾ എന്താണ് ഉരിയാടാതിരിക്കുന്നത്? താങ്കളുടെ അറിവുകളെപ്പറ്റി താങ്കൾ വ്യാമോഹം നിറഞ്ഞവനാണെന്ന് എനിക്കറിയാം. എന്നോട് സംവദിക്കാൻ തയ്യാറുണ്ടോ? ഒരു വെല്ലുവിളിയുടെ സ്വരം. ശകല്യർ തിരിച്ചടിച്ചു. താങ്കളാണ് യഥാർത്ഥത്തിൽ അഹങ്കാരവും വ്യർത്ഥവും കൊണ്ടു നടക്കുന്നത്. ഞാൻ താങ്കളെ 1-2 ചോദ്യങ്ങളിൽ തന്നെ അടിച്ചമർത്തും. തീർച്ചയായും ഞാൻ നിങ്ങളോട് സംവാദത്തിന് തയ്യാറാണ്. ഇരുവരും തമ്മിലുള്ള സംവാദം ആരംഭിച്ചു. ശകല്യർ യജ്ഞവൽക്യനോട് 1000-ലധികം ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഈ ചോദ്യങ്ങൾക്കെല്ലാം യജ്ഞവൽക്യൻ ശരിയായ ഉത്തരം നൽകി. അതിനുശേഷം ശകല്യരോട് യജ്ഞവൽക്യൻ പറഞ്ഞു, ഞാൻ താങ്കളോട് ഒരു ചോദ്യം ചോദിക്കും. എനിക്കതിന് കൃത്യമായ ഉത്തരം ലഭിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ശപിക്കും. നിങ്ങൾ മരിക്കുവാൻ വേണ്ടി ശപിക്കും. എന്നാൽ യജ്ഞവൽക്യൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ശകല്യർക്ക് അറിയില്ലായിരുന്നു. അതിനാൽ അദ്ദേഹം ശാപനിമിത്തം മരിച്ചു. എന്നാൽ ഈ യാഗം സംഘടിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ശകല്യ സംഹിതകൾ എന്നറിയപ്പെടുന്ന 5 വിശുദ്ധ ഗ്രന്ഥങ്ങൾ ശകല്യർ രചിച്ചിട്ടുണ്ട്. സ്വന്തം ശിഷ്യന്മാരായ മുദ്ഗലൻ, ഗോലോകൻ, ഖലിയൻ, മത്സ്യൻ, ശൈശിരയൻ എന്നിവരെ അദ്ദേഹം അത് പഠിപ്പിച്ചു. ലോമഹർഷണൻ യജ്ഞവൽക്യന്റെ കഥ തുടർന്നു. വേദവ്യാസൻ യജ്ഞവൽക്യനെ കഥ പഠിപ്പിച്ചത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. വേദവ്യാസൻ വൈശമ്പായനനെ യജുർവേദം പഠിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. വൈശമ്പായനൻ 66 സംഹിതകൾ രചിക്കുകയും തൻ്റെ ശിഷ്യന്മാരെ അവ പഠിപ്പിക്കുകയും ചെയ്തു. ഈ ശിഷ്യന്മാർ ചരകന്മാർ എന്നറിയപ്പെട്ടു. ആയുർവേദ മരുന്നുകൾ ഇവരുടെ സംഭാവനകളാണ്. എല്ലാ അറിവുകളുടെയും പ്രാഥമിക സ്രോതസ്സായ ചരക സംഹിത രചിച്ചതിൻ്റെ ബഹുമതിയുള്ള ചരകമുനിയുമായി ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. എന്തുകൊണ്ടാണ് വൈശമ്പായനന്റെ ശിഷ്യന്മാർ ചരകന്മാർ എന്നറിയപ്പെടുന്നത്? മുനിമാർ ലോമഹർഷണനോട് സംശയം പ്രകടിപ്പിച്ചു. അപ്പോൾ ലോമഹർഷണൻ അവർക്കായി ആ കഥ വിവരിക്കുന്നു. ഒരു സുപ്രധാന മതപരമായ ചടങ്ങ് നടത്തേണ്ട ഒരു സന്ദർഭമുണ്ടായിരുന്നു. അതിനായി എല്ലാ ഋഷിമാരും സുമേരു പർവ്വതത്തിൽ യോഗം ചേരുവാൻ തീരുമാനിച്ചു. അവിടെ വെച്ച് ഈ മതപരമായ ആചാരം ആചരിക്കുന്നതിനുള്ള രീതിയെക്കുറിച്ച് അവർ തീരുമാനമെടുക്കും. സുമേരു പർവ്വതത്തിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തയ്യാറല്ലാത്ത ഏതൊരു സന്യാസിയും ഒരു പാപം ചെയ്തതിന് തുല്യമായ കുറ്റമായി കണക്കാക്കപ്പെടുവാനും തീരുമാനമെടുത്തു. പല കാരണങ്ങളാൽ വൈശമ്പായനന് സമ്മേളന സദസ്സിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല. അതോടെ ഒരു ബ്രാഹ്മണ ഹത്യയ്ക്ക് തുല്യമായ പാപം ചെയ്തതായി വൈശമ്പായനന് ശിക്ഷ വിധിക്കപ്പെട്ടു. അതിനാൽ തന്നെ അദ്ദേഹത്തിന് പാപമുക്തിക്കായി കഠിനമായ തപസ് ചെയ്യേണ്ടി വന്നു. ഏറെ ബുദ്ധിമുട്ടുള്ള മതപരമായ ആചാരം അഥവാ വ്രതം അതിൽ ഉൾപ്പെടുത്തി. ഈ പ്രയാസകരമായ വ്രതം അനുഷ്ഠിക്കാൻ എന്നെ സഹായിക്കൂ. വൈശമ്പായനൻ തൻ്റെ എല്ലാ ശിഷ്യന്മാരോടുമായി അഭ്യർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ യജ്ഞവൽക്യനും ഉണ്ടായിരുന്നു. അപ്പോൾ യജ്ഞവൽക്യൻ പറഞ്ഞു, താങ്കൾ എന്തിനാണ് ഈ ശിഷ്യന്മാരെയെല്ലാം ബുദ്ധിമുട്ടിക്കുന്നത്? എൻ്റെ തപശക്തിയുടെ ശക്തി എൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുവാൻ വേണ്ടിയുള്ളതാണ്. വൈശമ്പായനൻ ആ പ്രവൃത്തിയെ തൻ്റെ ശിഷ്യനിൽ നിന്നും നേരിടേണ്ടി വന്ന അവഗണനയായി കണക്കാക്കിയതിനാൽ ഇനി മുതൽ തൻ്റെ ശിഷ്യന്റെ സ്ഥാനത്ത് തുടരേണ്ടതില്ലെന്ന് അദ്ദേഹം യജ്ഞവൽക്യനോട് നിഷ്കർഷിച്ചു. വൈശമ്പായനിൽ നിന്നും ഗ്രഹിച്ചതെല്ലാം യജ്ഞവൽക്യൻ തിരികെ സമർപ്പിക്കണം.
അതിനാൽ തന്നെ യജ്ഞവൽക്യൻ യജുർവേദത്തെക്കുറിച്ചുള്ള സ്വന്തം ജ്ഞാനം ഛർദ്ദിച്ചു. ഉപേക്ഷിക്കപ്പെട്ട ഈ അറിവിന് എന്ത് സംഭവിച്ചുവെന്ന് വായുപുരാണം പ്രതിപാദിക്കുന്നില്ല. ശതപഥ ബ്രാഹ്മണത്തിൻ പ്രകാരം മറ്റു ഋഷിമാർ പക്ഷികളുടെ രൂപം സ്വീകരിച്ച് ഈ അറിവ് വിഴുങ്ങി. ഈ പക്ഷികൾ തിത്തിരികൾ ആയതിനാൽ ഈ വിജ്ഞാനശാഖ തൈത്തിരീയ സംഹിത എന്നറിയപ്പെട്ടു. വേദങ്ങളെക്കുറിച്ചുള്ള അറിവ് വീണ്ടും സമ്പാദിക്കുന്നതിനായി യജ്ഞവൽക്യൻ ധ്യാനിക്കാൻ തുടങ്ങി. പിന്നീട് സൂര്യദേവനായ സൂര്യനിൽ നിന്നുമാണ് യജ്ഞവൽക്യൻ യജുർവേദത്തിൻ്റെ അറിവ് നേടിയത്. യജ്ഞവൽക്യൻ യജുർവേദത്തെക്കുറിച്ചുള്ള ഈ അറിവ് തൻ്റെ 15 ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു. ഇത് ശുക്ല യജുർവേദം എന്നാണ് അറിയപ്പെടുന്നത്. വൈദേയശാലി, മധ്യന്തിനൻ, ഷാഭേയി, വിദിഗ്ധൻ, അഭ്യൻ, ഉദ്ദാലൻ, തമ്രായനൻ, വാത്സ്യൻ, ഗലവൻ, കനാവൻ, ഷായ്ശ്രീ, അടവി, യനി, വിവരണി, സഭരായണൻ എന്നിവരാണ് 15 ശിഷ്യന്മാർ. എന്തുകൊണ്ടാണ് വൈശമ്പായനന്റെ ശിഷ്യന്മാർ ചരകന്മാർ എന്നറിയപ്പെടുന്നത് എന്നതിലേക്ക് തന്നെ തിരിച്ചു പോകാം. ആചാരം എന്ന വാക്കിൻ്റെ അർത്ഥം പ്രവൃത്തി എന്നാണ്. വൈശമ്പായനൻ ബ്രാഹ്മണ ഹത്യയ്ക്ക് തുല്യമായ പ്രവൃത്തി ചെയ്തതിനാൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് ചരകന്മാർ എന്ന് പേരുണ്ടായി. ലോമഹർഷണനും താൻ നേടിയ അറിവുകളായ പുരാണങ്ങൾ തൻ്റെ 6 ശിഷ്യന്മാരായ സുമതി, അകൃതവർണൻ, ഭരദ്വാജൻ, മിത്രയു, സാവർണി, സുശർമൻ എന്നിവർക്ക് പഠിപ്പിച്ചു കൊടുത്തതായി ഋഷിമാരോട് വെളിപ്പെടുത്തി. പിന്നീട് വിവിധ മന്വന്തരങ്ങളെക്കുറിച്ച് ഋഷിമാരോട് വിവരിച്ചു നൽകി. ബ്രഹ്മാവിൻ്റെ ഓരോ ദിവസങ്ങളും ഒരു കൽപ്പം, അതായത് ചക്രമെന്നും ഓരോ കൽപ്പത്തിലും 14 മന്വന്തരങ്ങൾ ഉണ്ടെന്നും നിങ്ങൾക്കറിയാമല്ലോ. മുൻ വീഡിയോയിൽ അതിനെക്കുറിച്ച് വിശദമായി വിവരിച്ചിട്ടുണ്ട്. 306,07,20,000 വർഷം നീണ്ടു നിൽക്കുന്ന മനുവാണ് ഓരോ മന്വന്തരവും ഭരിക്കുന്നത്. ദേവന്മാരും സപ്തർഷികളും ഇന്ദ്രപദവി വഹിക്കുന്ന വ്യക്തിയും ഒരു മന്വന്തരത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറുന്നു. ഇപ്പോഴത്തെ കൽപ്പത്തിൽ 6 മന്വന്തരങ്ങൾ കടന്നുപോയി. ആദ്യത്തെ കൽപ്പത്തിലെ മനു സ്വയംഭുവനായിരുന്നു. രണ്ടാമത്തെ കൽപ്പത്തിലെ മനു സ്വരോജിഷയായിരുന്നു. അപ്പോൾ ദേവന്മാർ തുഷിതങ്ങളും പർവ്വതങ്ങളുമായിരുന്നു. അങ്ങനെയുള്ള 24 ദേവന്മാർ ഉണ്ടായിരുന്നു. അന്ന് വൈദവൻ ഇന്ദ്രനായി ഭരിച്ചു. സപ്തർഷികൾ ഊർജം, സ്തംഭൻ, കശ്യപൻ, ഭാർഗവൻ, ദ്രോണർ, ഋഷഭൻ, അങ്കിരസൻ എന്നിവരായിരുന്നു. മൂന്നാമത്തെ മനു ഔത്തമനായിരുന്നു. അപ്പോൾ ദൈവങ്ങൾ സുദാമനന്മാരും ദേവന്മാർ പ്രദർഭനന്മാരും സത്യന്മാരും ശിവന്മാരുമായിരുന്നു. നാലാമത്തെ മനു ആദമസനായിരുന്നു. ഈ മന്വന്തരത്തിലെ ദൈവങ്ങൾ സത്യന്മാരും സ്വരൂപന്മാരും സുധികളും ഹരികളുമായിരുന്നു. ഷിബി അന്ന് ഇന്ദ്രപദവി വഹിച്ചിരുന്നു. കാവ്യൻ, ഹർഷൻ, കശ്യപൻ, പൃഥു, അത്രേയൻ, അഗ്നി, ജ്യോതിർധാമൻ എന്നിവരായിരുന്നു സപ്തർഷികൾ. അഞ്ചാമത്തെ മനു രൈവതനായിരുന്നു. ഈ കാലഘട്ടത്തിലെ ദൈവങ്ങൾ വിപ്രകൾ, അമൃതികൾ, സുപ്രതികൾ എന്നിങ്ങനെ പലതുമായിരുന്നു. ഈ കാലഘട്ടത്തിലെ ഇന്ദ്രൻ വിഭുവായിരുന്നു. പുലസ്ത്യൻ, വേദബാഹു, യജു, ഹിരണ്യരോമൻ, വേദശ്രീ, ഭാർഗവൻ, ഊർധാവു എന്നിവരായിരുന്നു സപ്തർഷികൾ. ആറാമത്തെ മനു ചക്ഷുഷനായിരുന്നു. ആദികളും പ്രസൂതന്മാരും ഭവ്യങ്ങളും പൃഥുകന്മാരും ലേഖകളുമായിരുന്നു അപ്പോൾ ദേവന്മാർ. മനോജവനാണ് ഇന്ദ്രന്റെ സ്ഥാനം ലഭിച്ചത്. ഹവിർധർമ്മൻ, സുധാമൻ, വസിഷ്ഠൻ, വിരാജൻ, പുലസ്ത്യൻ, പുലഹൻ, മധുരരാത്രേയൻ എന്നിവരായിരുന്നു സപ്തർഷികൾ. ഇപ്പോഴത്തെ മനു വൈവസ്വതൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഇപ്പോഴത്തെ കൽപ്പത്തിലെ 7ാമത്തെ മന്വന്തരമാണ്. ആദിത്യൻ, വസു, രുദ്രൻ, സഭ്യൻ, വിശ്വദേവൻ എന്നിവരാണ് ഈ കാലഘട്ടത്തിലെ ദേവന്മാർ. ഇന്ദ്രപദവി വഹിക്കുന്നത് പുരന്ദരനാണ്. വിശ്വാമിത്രൻ, ജമദഗ്നി, ഭരദ്വാജൻ, ശരധ്വതം, ഗൗതമൻ, അത്രി, വസുമനൻ, വത്സരി എന്നിവരാണ് 7 മഹാമുനിമാർ. പ്രപഞ്ചം നശിക്കുന്നതിന് മുൻപ് ഭാവിയിൽ 7 മന്വന്തരങ്ങൾ കൂടി ഉണ്ടാവും. 8ാമത്തെ മനു സവർണിയാകും. ഗാലവൻ, ഭാർഗവൻ, ദ്വൈഭായനൻ, കൃപൻ, ദീപ്തിമാനൻ, ഋഷ്യശൃംഗൻ, അശ്വത്ഥാമാവ് എന്നിവരായിരിക്കും അപ്പോൾ സപ്തഋഷിമാർ. ദേവന്മാർ അമിതാഭന്മാരും സുതപന്മാരും സുഖന്മാരുമായിരിക്കും. വീരോചനന്റെ പുത്രനായ ബലിക്ക് ഇന്ദ്ര പദവി ലഭിക്കും. 9ാമത്തെ മനു മേരു സാവരണിയോ ദക്ഷസാവരണിയോ ആയിരിക്കും. അദ്ഭുതൻ അപ്പോൾ ഇന്ദ്രൻ എന്ന പദവി വഹിക്കും. സ്കന്ദൻ, മേധാതിഥി, വസു, ജ്യോതിഷ്മാൻ, ദ്യുതിമാൻ, ഹവ്യവാഹനൻ, സുതപൻ, വസിതൻ എന്നിവരായിരിക്കും സപ്തഋഷികൾ. 10ാമത്തെ മനു ധർമ്മസാവരണിയാവും. അപ്പോൾ ദേവന്മാർ സുമനസ്സുകളും വിരുദ്ധന്മാരും ആയിരിക്കും. ഇന്ദ്രപദവിയിൽ ശാന്തിയും സപ്തഋഷിമാർ ഹവിഷ്മാനും സുകീർത്തിയും അത്രിയും അപമൂർത്തിയും പ്രതിഭയും നഭാഗനും അഭിമന്യുവുമായിരിക്കും. 11ാമത്തെ മനു ഭവസാവർണിയായിരിക്കും. ഭവസാവർണി രുദ്രസാവർണി എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ദേവന്മാർ നിർമ്മണരഥികളും കാമജന്മാരും മനോജന്മാരുമായിരിക്കും. സപ്തഋഷികൾ ഹവിഷ്മാൻ, വഭിഷ്മാൻ, വർണൂയി, ഭാഗൻ, പുഷ്ടി, നിശ്ചരൻ, അഗ്നിതേജൻ എന്നിവരാണ്. വൃഷൻ ഇന്ദ്രപദവി വഹിക്കും. 12ാമത്തെ മനു ഋതസാവർണിയാണ്.
ഹരിതന്മാരും ലോഹിതന്മാരും സുമനകളും സുകർമ്മങ്ങളും സുഭരന്മാരും ആയിരിക്കും ദൈവങ്ങൾ. ഇന്ദ്രപദവി ഋതദാമനിൽ നിക്ഷിപ്തമായിരിക്കും. കൃതി, സുതപൻ, തപോമൂർത്തി, തപസ്വി, തപോഷയനൻ, തപോരാതി, തപോമതി എന്നിവരായിരിക്കും സപ്തർഷികൾ. 13ാമത്തെ മനു രൗജ്യനായിരിക്കും. സൂത്രങ്ങളും സുധർമ്മങ്ങളും സുകർമ്മങ്ങളും അപ്പോൾ ദൈവങ്ങളായിരിക്കും. ദിവാസ്പതി ഇന്ദ്രനും ധൃതിമാനൻ, പത്യവനൻ, തത്വദർശി, നിരുത്സകൻ, നിഷ്പ്രകമ്പൻ, നിർമോഹൻ, സ്വരൂപൻ എന്നിവരായിരിക്കും സപ്തർഷികൾ. 14ാമത്തെയും അവസാനത്തെയും മനു ബൗത്യനായിരിക്കും. 14 മന്വന്തരങ്ങളുടെ പേരുകൾ മറ്റു പുരാണങ്ങളിലും നൽകിയിട്ടുണ്ട്. എന്നാൽ ആ പേരുകൾ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ചും ഭാവിയിലെ മന്വന്തരങ്ങളുടെ പേരുകൾ. ദൈവങ്ങളുടെ പേരുകളും സപ്തർഷികളുടെ പേരുകളും ഇന്ദ്രന്റെ പദവി വഹിക്കുന്ന വ്യക്തിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. വേനനെയും പൃഥുവിനെയും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അവരുടെ മന്വന്തരത്തിലെ, അതായത് 6ാമത്തെ മന്വന്തരത്തിലെ മനു ചക്ഷുഷനായിരുന്നു. ചക്ഷുഷയുടെ പിൻഗാമികളിൽ ഒരാളാണ് വേനന്റെ പുത്രനായ പൃഥു എന്ന മഹാരാജാവ്. ചക്ഷുഷയ്ക്ക് ഉരു എന്ന പുത്രനും ഉരുവിന് അങ്കൻ എന്ന മകനുമുണ്ടായിരുന്നു. അങ്കൻ സുനിതയെ വിവാഹം കഴിച്ചു. അവർക്ക് വേനൻ എന്നൊരു മകനുണ്ടായിരുന്നു. വേനൻ ദുഷ്ടനായ ഭരണാധികാരിയാണ്. അവൻ രാജാവായപ്പോൾ ലോകത്തെയും പ്രജകളെയും അടിച്ചമർത്താൻ തുടങ്ങി. വേനനെ കൊല്ലുകയല്ലാതെ മുനിമാർക്ക് മറ്റു മാർഗമില്ലാതെയായി. മറ്റു പുരാണങ്ങൾ പറയുന്നത് അവർ വേനനെ നിഗ്രഹിച്ചത് വിശുദ്ധീകരിക്കപ്പെട്ട പുല്ലുകൊണ്ടാണെന്നാണ്. ഋഷിമാർ വേനന്റെ മൃതദേഹം മാവ് കുഴയ്ക്കും പോലെ കുഴയ്ക്കുവാൻ തുടങ്ങി. മൃതദേഹത്തിന്റെ വലതു കൈ കുഴച്ചപ്പോൾ പൃഥു ജനിച്ചു. പൂർണ്ണ വളർച്ചയോടെ പിറന്ന പൃഥു അജയമായ കവചധാരിയും വില്ലും നിരവധി അമ്പുകളും വഹിച്ചിരുന്നു. ജ്വലിക്കുന്ന സൂര്യനെപ്പോലെ ജ്വലിക്കുന്നതായിരുന്നു പൃഥുവിന്റെ തേജസ്. അവിടെ വെച്ച് വായുപുരാണം വിവരിച്ചു കൊണ്ടിരുന്ന ലോമഹർഷണനെ മുനിമാർ തടസ്സപ്പെടുത്തി. എന്തുകൊണ്ടാണ് വേനൻ ഇത്രമാത്രം ദുഷ്ടനായി തീർന്നത്? അവർക്ക് സംശയമായി. വേനൻ ദുഷ്ടനായിരുന്നിട്ട് പോലും പൃഥു എന്തുകൊണ്ട് ദുഷ്ടനായില്ല? അവരുടെ സംശയങ്ങൾ അങ്ങനെ നീണ്ടു. വേനന്റെ അമ്മ സുനിതയായിരുന്നു. സുനിത മൃത്യുവിന്റെ മകളായിരുന്നു. അതിനാൽ ശരിക്കും അവൾ ദുഷ്ടജന്മമായിരുന്നു. വേനന്റെ ജന്മം മുതൽ മാതൃപിതാവായ മൃത്യുവിനോടൊപ്പം സഹവസിക്കാൻ പ്രവണത കാണിക്കുകയും തന്നിമിത്തം ദുഷിച്ച വഴികൾ സ്വീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു വേനൻ. അവൻ വേദങ്ങളിൽ വിശ്വസിക്കുന്നത് നിർത്തി. രാജാവായി സ്ഥാനം ലഭിച്ച ശേഷം രാജ്യത്തിന്റെ എല്ലാ യജ്ഞങ്ങളും യാഗങ്ങളും അവസാനിപ്പിക്കണമെന്ന് വേനൻ നിർദ്ദേശിച്ചു. ദൈവങ്ങളോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അവന്റെ അഭിപ്രായത്തിൽ ആരാധനയ്ക്ക് അർഹനായ ഒരേയൊരു വ്യക്തി വേനനായിരുന്നു. ഋഷിമാർ വേനനെ അവന്റെ ദുഷിച്ച വഴികൾ ഉപേക്ഷിച്ച് ശരിയായ പാതയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ നിരന്തരം പ്രേരിപ്പിക്കുകയും ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ വേനൻ എല്ലാം തിരസ്കരിച്ചു. അപ്പോഴാണ് മുനിമാർ വേനനെ വധിച്ചത്. എന്നാൽ അപ്പോൾ വേനന് പുത്രന്മാരുണ്ടായിരുന്നില്ല. എന്നാൽ അവന്റെ സ്ഥാനത്ത് ഒരു രാജാവ് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അല്ലാത്ത പക്ഷം രാജ്യം അരാജകത്വത്തിലേക്ക് അധപ്പതിക്കും. ഒരു പുത്രനെ ലഭിക്കാൻ മുനിമാർ വേനന്റെ മൃതദേഹം കുഴയ്ക്കാൻ തുടങ്ങി. ഇടത് കൈ കുഴച്ചപ്പോൾ കുഴച്ചതിന്റെ ഫലമായി ഒരു കുള്ളൻ ജനിച്ചു. ആ കുള്ളൻ ഇരുണ്ട നിറവും അത്യധികം വിരൂപനുമായിരുന്നു. നിഷിത മുനിമാർ അവനോട് പറഞ്ഞു. നിഷിത എന്ന വാക്കിന്റെ അർത്ഥം ഇരിക്കുക എന്നതാണ്. വേനന്റെ ശരീരത്തിലുള്ള എല്ലാ തിന്മകളും ആ കുള്ളന്റെ ശരീരം വഹിച്ചിരുന്നു. അതിനാൽ തന്നെ വേനന്റെ മൃതദേഹം എല്ലാ തിന്മകളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ടു. നിഷിത എന്ന വാക്കിൽ നിന്നാണ് കുള്ളൻ നിഷാദൻ എന്ന പേര് നേടിയത്. വേട്ടക്കാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ഒരു വംശമായ അവന്റെ പിൻഗാമികളും നിഷാദന്മാർ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടു. അവർ വിന്ധ്യപർവ്വതത്തിലാണ് താമസിച്ചിരുന്നത്. ദുഷ്ടതയൊന്നും അവശേഷിക്കാത്ത വേനന്റെ ശരീരം വീണ്ടും കുഴച്ചപ്പോൾ വലത് കൈയിൽ നിന്നും പൂർണ്ണകായനായ നീതിമാനായ പൃഥു ജനിച്ചു. പൃഥു എന്ന വാക്കിന്റെ അർത്ഥം തടിച്ചത് എന്നാണ്. വേനന്റെ വലത് കൈപ്പത്തി സാമാന്യം തടിച്ചതായതിനാൽ ആ വലത് കൈപ്പത്തി കുഴച്ചപ്പോൾ വേനന്റെ മകനായി ജനിച്ചതിനാൽ മകന് പൃഥു എന്ന് പേര് ലഭിച്ചു. ഋഷിമാർ പൃഥുവിന് പട്ടാഭിഷേകം നടത്തി. എല്ലാ സമുദ്രങ്ങളിലെയും എല്ലാ നദികളിലെയും ജലം ഈ ചടങ്ങിനായി കൊണ്ടുവന്നു. എല്ലാ ദേവന്മാരും അവരുടെ സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങ് മംഗളകരമാക്കി. അങ്ങനെയാണ് പൃഥു ഭൂമിയെ മുഴുവൻ ഭരിക്കാൻ യോഗ്യനായത്. അദ്ദേഹം നന്നായി ഭരിക്കുകയും പ്രജകൾ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തു. ഭൂമി ഭക്ഷ്യധാന്യങ്ങൾക്ക് സമൃദ്ധമായ വിളവുകൾ നൽകി വിതരണം ചെയ്തു. പശുക്കൾ സമൃദ്ധിയുടെ പാൽ ധാരാളം ചുരത്തി. ആ സമയത്താണ് ബ്രഹ്മാവ് ഒരു യജ്ഞം സംഘടിപ്പിച്ചത്. ഈ യജ്ഞത്തിൽ നിന്നാണ് സൂതന്മാരെന്നും മഗധന്മാരെന്നും അറിയപ്പെടുന്ന 2 വിഭാഗം ആളുകൾ ജനിച്ചത്. അവർ യഥാർത്ഥത്തിൽ സങ്കര ഇനങ്ങളായിരുന്നു. ഉദാഹരണത്തിന് സൂതന്മാർ ക്ഷത്രിയ പിതാക്കളുടെയും ബ്രാഹ്മണ മാതാക്കളുടെയും സന്തതികളായിരുന്നു. മഹാനായ രാജാവായ പൃഥുവിനെ സ്തുതിച്ച് ഗാനങ്ങൾ രചിക്കാനും പാടാനും ഋഷിമാർ സൂതന്മാരോടും മഗധന്മാരോടും ആവശ്യപ്പെട്ടു. അന്നു മുതൽ സൂതന്മാരും മഗധന്മാരും രാജാക്കന്മാരെ സ്തുതിച്ചുകൊണ്ട് പാട്ടുകൾ പാടുന്ന രാശിക്കാരായി മാറി. സൂതന്മാരോട് അനുഭ എന്ന പ്രദേശത്തും മഗധകൾ മഗധ എന്ന പ്രദേശത്തും താമസിക്കുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ പോലും പൃഥുവിന്റെ പ്രജകൾക്ക് ഇപ്പോഴും പ്രത്യേകിച്ചൊരു തൊഴിലുകളൊന്നും ഉണ്ടായിരുന്നില്ല.
അവർ തങ്ങളുടെ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ഞങ്ങൾക്ക് എങ്ങനെ ഉപജീവനം നടത്താനാകുമെന്ന് ദയവായി ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുവാൻ അഭ്യർത്ഥിച്ചു. ഈ ലക്ഷ്യം കൈവരിക്കാൻ പൃഥു ഭൂമിയെ നിരപ്പാക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ ഭൂമി അതിൽ പേടിച്ച് പശുവിൻ്റെ രൂപം സ്വീകരിച്ച് പലായനം ചെയ്യാൻ തുടങ്ങി. അത് പൃഥുവിനെ രോഷാകുലനാക്കുകയും കയ്യിൽ വില്ലുമായി ഭൂമിയെ പിന്തുടരുകയും ചെയ്തു. 3 ലോകങ്ങളിൽ എവിടെയൊക്കെയോ ഭൂമി ഓടിപ്പോയി. പിന്നാലെ പൃഥുവും ഭൂമിയെ വധിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അവസാനം ഭൂമി പൃഥുവിൽ തന്നെ അഭയം തേടി, ദയവായി എന്നെ വധിക്കരുത്, അവൾ വിലപിച്ചു. ഞാനൊരു സ്ത്രീയാണ്, സ്ത്രീഹത്യ പാപകരമാണ്. കൂടാതെ നിങ്ങളെന്നെ വധിച്ചാൽ നിങ്ങളുടെ പ്രജകൾ എവിടെ അധിവസിക്കും? എനിക്ക് നിങ്ങളുടെ ഉദ്യമത്തിനായി നല്ലൊരു ആശയം പറയുവാനുണ്ട്. ഇപ്പോൾ ഞാൻ പശുവിൻ്റെ രൂപം സ്വീകരിച്ചു. എന്നെ പാലൂട്ടുക, എന്നാൽ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് കൈവരിക്കുവാനാകും. ഭൂമി തന്നോട് ആവശ്യപ്പെട്ടത് പൃഥു ചെയ്തു. അവൻ ഭൂമിയെ പാലൂട്ടി. ഈ കറവയുടെ ഫലമായി ഭക്ഷ്യധാന്യങ്ങൾ ഉയർന്നു വരികയും ആളുകൾ ഇവയിൽ നിന്ന് ഉപജീവനം നടത്തുകയും ചെയ്തു. പൃഥുവും വില്ലുകൊണ്ട് ഭൂമിയെ നിരപ്പാക്കുകയായിരുന്നു. ഗ്രാമങ്ങളും നഗരങ്ങളും ഇപ്പോൾ സമതലത്തിൽ നിർമ്മിക്കാൻ കഴിഞ്ഞു. നേരത്തെ നിരപ്പായ ഭൂമി അജ്ഞാതമായിരുന്നു. കൃഷി, മൃഗസംരക്ഷണം, വ്യാപാരം എന്നിവയും മുൻപ് അജ്ഞാതമായിരുന്നു. പൃഥുവിന് ശേഷമാണ് ഭൂമി പൃഥ്വി എന്നറിയപ്പെടുന്നത്. ഭൂമിയുടെ ഈ കറവ ബ്രഹ്മാവ് നടത്തിയ യഥാർത്ഥ കറവയ്ക്ക് പുറമെയായിരുന്നു. സത്യത്തിൽ എല്ലാ മന്വന്തരങ്ങളിലും ഭൂമി ഒരു തവണ ഇത്തരത്തിൽ കറക്കപ്പെടുന്നു. പ്രചേതസന്മാരെ കുറിച്ചാണ് തുടർന്ന് ലോമഹർഷണൻ പറയാൻ തുടങ്ങിയത്. പൃഥുവിന് അന്തർധാനൻ എന്നൊരു പുത്രനുണ്ടായിരുന്നു. അന്തർധനന്റെ പുത്രൻ ഹവിർധനനായിരുന്നു. പ്രാചീനവർഹിയായിരുന്നു ഹവിർധനന്റെ പുത്രൻ. പ്രാചീനവർഹി സമുദ്രപുത്രിയായ സവർണയെ വിവാഹം കഴിച്ചു. പ്രാചീനവർഹിക്കും സവർണയ്ക്കും പ്രചേതസന്മാർ എന്നറിയപ്പെടുന്ന 10 പുത്രന്മാരുണ്ടായിരുന്നു. പ്രചേതസന്മാർ ധ്യാനത്തിൽ തൽപരരായിരുന്നു. അവർ സമുദ്രത്തിനടിയിൽ ആയിരക്കണക്കിന് വർഷങ്ങളോളം തപസ്സു ചെയ്തു. യഥാർത്ഥത്തിൽ അവർ ഭൂമിയെ ഭരിക്കേണ്ടവരായിരുന്നു. പ്രചേതസന്മാർ ധ്യാനിക്കുന്നിടത്തോളം കാലം ഭൂമിയിൽ ഭരണചക്രം ഉറങ്ങി. അനാഥമായ ഭൂമി കാടുപിടിച്ച് വനങ്ങളാൽ നിബിഡമായി. കാറ്റിനു പോലും കടന്നു കയറാൻ കഴിയാത്തത്ര വിധത്തിൽ മരങ്ങൾ ഇടതൂർന്ന് വളർന്നു. പ്രചേതസന്മാർ ധ്യാനിച്ചിരിക്കുന്ന 10,000-ഓളം വർഷക്കാലം അവരുടെ പ്രജകൾ കഷ്ടതകൾ അനുഭവിച്ചു. ഈ ദുരവസ്ഥയുടെ വാർത്ത ഒടുവിൽ പ്രചേതസന്മാരുടെ അടുക്കലുമെത്തി. അതറിഞ്ഞ ഉടനെ അവരുടെ കോപം ജ്വലിച്ചു. അവരുടെ കോപത്തിന്റെ ക്രോധം അവരുടെ വായിലൂടെ അഗ്നിജ്വാലകളായി പുറപ്പെടുകയും വൃക്ഷങ്ങളെയെല്ലാം ദഹിപ്പിക്കുകയും ചെയ്തു. സോമൻ വൃക്ഷങ്ങളുടെ ദേവനായിരുന്നു. വേദങ്ങൾ പ്രകാരം സോമൻ ഒരു പ്രത്യേക ദൈവമാണ്. എന്നാൽ പുരാണങ്ങളുടെ കാലമായപ്പോഴേക്കും ചന്ദ്രദേവനായ ചന്ദ്രനായി അദ്ദേഹം തിരിച്ചറിയപ്പെട്ടു. മരങ്ങളെല്ലാം കത്തി നശിക്കുന്നത് കണ്ട സോമൻ പ്രചേതസന്മാരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ദയവായി നിങ്ങളുടെ കോപം അടക്കുക. ലോകം ജനസാന്ദ്രതയുള്ളതാക്കുവാൻ വേണ്ടി നിങ്ങൾ വിവാഹിതരാകുന്നതിനും കുട്ടികളെ ജനിപ്പിക്കുന്നതിനും ശ്രദ്ധിക്കേണ്ട സമയമാണിത്. മരങ്ങളുടെ മകളായ മരീഷ എന്നൊരു സ്ത്രീ എൻ്റെ കൂടെയുണ്ട്. ദയവായി അവളെ നിങ്ങളുടെ പത്നിയായി സ്വീകരിക്കുക. അതൻ പ്രകാരം 10 പ്രാജറ്റുകൾ മരീഷയെ വിവാഹം കഴിച്ചു. അവർക്ക് ദക്ഷൻ എന്ന ഒരു പുത്രൻ ലഭിച്ചു. ദക്ഷന്റെ കഥ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഓർക്കുക. സൃഷ്ടിയെക്കുറിച്ചുള്ള വിഭാഗത്തിൽ ദക്ഷന്റെ പിൻഗാമികളെ ഇതിനകം പരാമർശിച്ചിട്ടുണ്ട്. വായുപുരാണം ഇപ്പോൾ ഒരു വിവരണം നൽകുന്നു. അത് ചില കാര്യങ്ങളിൽ മുമ്പത്തെ വിവരണത്തിന് വിരുദ്ധമാണ്. ദക്ഷൻ വിരാനിയുടെ മകളായ അസിക്ലിയെ വിവാഹം കഴിച്ചു. ഇരുവർക്കുമായി ഹരിയശ്വർ എന്നു പേരുള്ള 1000 പുത്രന്മാരുണ്ടായിരുന്നു. എന്നാൽ ഭൗതിക ലോകത്തിലെ താല്പര്യം കൊണ്ട് ഒന്നും നേടുവാനില്ലെന്ന് നാരദ മഹർഷി ഹരിയശന്മാരെ ധരിപ്പിക്കുന്നു. അതിനാൽ ഈ പുത്രന്മാർ ലൗകിക ജീവിതം ഉപേക്ഷിച്ച് സന്യസിക്കാൻ പോയി. ദക്ഷനും അസിക്ലിക്കും ശവാൽസുരന്മാർ എന്നറിയപ്പെടുന്ന മറ്റൊരു ശ്രേണിയായ 1000 പുത്രന്മാർ കൂടി ജനിച്ചു. എന്നാൽ ഈ പുത്രന്മാരെയും ധ്യാനനിരതരാക്കാൻ നാരദൻ പ്രേരിപ്പിച്ചു. അതിനുശേഷം ദക്ഷനും അസിക്ലിക്കും 60 പെൺമക്കളുണ്ടായി. ഇതിൽ 10 പെൺമക്കളെ ധർമ്മൻ വിവാഹം കഴിച്ചു. നേരത്തെ 13 പെൺമക്കളെ ധർമ്മൻ വിവാഹം കഴിച്ചതായി വായുപുരാണം പറഞ്ഞതായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. 60-ൽ 27 പെൺമക്കളെ ചന്ദ്രദേവനായ ചന്ദ്രൻ വിവാഹം കഴിച്ചു. ഇവരാണ് 27 നക്ഷത്രങ്ങൾ. അവരുടെ പേരുകൾ അശ്വിനി, ഭരണി, കൃതിക, പുഷ്യ, ആശ്ലേഷ, പുനർവസു, പൂർവ ഫൽഗുനി, ഉത്തര ഫൽഗുനി, മാഘ, ഹസ്ത, ചിത്ര, സ്വതി, ജ്യേഷ്ഠ, വിശാഖം, അനുരാധ, മൂലം, പൂർവാഷാഢം, ഉത്തരാഷാഢം, ശ്രാവണം, ഉത്തരാഭദ്രപാദം, രേവതി, രോഹിണി, മൃഗശിര, ആർദ്ര തുടങ്ങിയവരാണവർ. ദക്ഷന്റെ 13 പുത്രിമാർ കശ്യപനെ വിവാഹം കഴിച്ചു. പ്രപഞ്ചത്തിന്റെ എല്ലാ ജീവജാലങ്ങളുടെയും മാതാപിതാക്കളാണവർ. കശ്യപന്റെ പത്നിമാർ അദിതി, ദിതി, ധാനു, കാസ, അരിഷ്ട, സുരസ, സുരഭി, വിനത, താമ്ര, ക്രോധവർഷ, ഇര, കദ്രു, മുനി എന്നിവരാണവർ. കശ്യപനിൽ അദിതിക്ക് ആദിത്യന്മാർ എന്നറിയപ്പെടുന്ന 12 പുത്രന്മാരുണ്ടായിരുന്നു. ഇവർ ദൈവങ്ങളാണ്. സുരഭി തൻ്റെ തപസ്സിൽ ശിവനെ പ്രീതിപ്പെടുത്തി 11 രുദ്രന്മാരെ മക്കളായി നേടി.
കുതിരകളുടെയും പശുക്കളുടെയും എരുമകളുടെയും മറ്റെല്ലാ ചതുർഭുജ മൃഗങ്ങളുടെയും അമ്മ കൂടിയായിരുന്നു സുരഭി. രുദ്രന്മാരുടെ അമ്മയെന്ന നിലയിൽ സുരഭി അസാധാരണമായ സ്ത്രീയാണ്. മറ്റൊരു പുരാണവും ഇത് പ്രതിപാദിക്കുന്നില്ല. 11 രുദ്രന്മാരുടെ ജനനത്തെക്കുറിച്ചുള്ള വിവരണം മറ്റു പുരാണങ്ങളിൽ തികച്ചും വ്യത്യസ്തമാണ്. ഇതിനകം തന്നെ അത് ഇവിടെ വിവരിച്ചിട്ടുള്ളതുമാണ്. കശ്യപന്റെയും ദിതിയുടെയും പുത്രന്മാർ ദൈത്യന്മാർ അഥവാ ഭൂതങ്ങളെന്നറിയപ്പെടുന്നു. ദിതിക്ക് യഥാർത്ഥത്തിൽ ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ എന്നീ 2 പുത്രന്മാരുണ്ടായിരുന്നു. ഹിരണ്യകശിപുവാണ് മൂത്തവൻ. എന്നാൽ പല പുരാണങ്ങളും ഇതിനോട് വിയോജിക്കുന്നു. അവയിൽ ഹിരണ്യാക്ഷനാണ് ജ്യേഷ്ഠൻ. കശ്യപൻ ഒരിക്കൽ അശ്വമേധ യജ്ഞം സംഘടിപ്പിച്ചു. ഈ യാഗത്തിൽ പങ്കെടുക്കുവാൻ എല്ലാ ദേവന്മാരും ഋഷികളും വന്നു. പ്രധാന പുരോഹിതന് ഒരു സ്വർണ്ണ സിംഹാസനം ഒരുക്കിയിരുന്നു. അന്ന് ദിതിയും ചടങ്ങിൽ പങ്കെടുത്തു. അവൾ തൻ്റെ ഉദരത്തിൽ 10,000 വർഷങ്ങളോളമായി ഗർഭാവസ്ഥയിൽ ഉണ്ടായിരുന്ന കുഞ്ഞിനെ ആ അവസരത്തിൽ പ്രസവിക്കുന്നു. യാഗത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തപ്പോൾ കുഞ്ഞ് ജനിച്ചു. നവജാത ശിശു പ്രധാന പുരോഹിതനു വേണ്ടി കരുതി വച്ചിരുന്ന സിംഹാസനത്തിൽ കയറിയിരുന്നു കൊണ്ട് വേദങ്ങൾ വായിക്കാൻ തുടങ്ങി. ഈ പുത്രനാണ് ഹിരണ്യകശിപു എന്നറിയപ്പെടുന്നത്. ഹിരണ്യകശിപു 1,00,000 വർഷത്തോളം തലക്കീഴായി തൂങ്ങിക്കിടന്ന് ബ്രഹ്മാവിനോട് പ്രാർത്ഥിച്ചു. ഇക്കാലയളവത്രയും അദ്ദേഹം ഉപവസിക്കുന്നു. തപസ്യയുടെ ഈ പ്രവൃത്തി ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി. ഹിരണ്യകശിപുവിന് ഒരു വരം നൽകി. അതുവഴി അസുരൻ അജയനായി. അങ്ങനെ ഹിരണ്യകശിപു ലോകത്തെ അടിച്ചമർത്താൻ തുടങ്ങി. ദേവന്മാരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ഹിരണ്യകശിപുവിനെ ഒടുവിൽ വിഷ്ണു തൻ്റെ നരസിംഹാവതാരത്താൽ വധിച്ചു. ഹിരണ്യകശിപുവിൻ്റെ കഥയുടെ പൂർണ്ണരൂപങ്ങൾ മറ്റു പല പുരാണങ്ങളിലും പൂർണ്ണമായും നൽകിയിട്ടുണ്ട്. ഹിരണ്യകശിപുവിന് പ്രഹ്ലാദൻ, അനുഹ്ലാദൻ, സംഹ്ലാദൻ, ഹ്ലാദൻ എന്നിങ്ങനെ 4 പുത്രന്മാരുണ്ടായിരുന്നു. അതിലെ ഹ്ലാദൻ്റെ പത്നി താടകയും മക്കൾ സുന്ദന്മാരുമായിരുന്നു. ഈ താടകയെയാണ് ശ്രീരാമൻ രാമായണത്തിൽ വധിക്കുന്നത്. താടകയുടെ മകനായ മൂകനെ അർജുനൻ മഹാഭാരതത്തിൽ വധിക്കുന്നുണ്ട്. പ്രഹ്ലാദന്റെ മകൻ വീരോചനനും വീരോചനന്റെ മകൻ ബലിയുമാണ്. കുള്ളൻ വാമനന്റെ അവതാരത്തിൽ വിഷ്ണുവാണ് ബലിയെ പരാജയപ്പെടുത്തിയത്. ബലിക്ക് വനൻ എന്നൊരു പുത്രനുണ്ടായിരുന്നു. ഹിരണ്യകശിപുവിന്റെ സഹോദരനായ ഹിരണ്യാക്ഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഉത്കരൻ, ശകുനി, കാലനാഭൻ, മഹാനാഭൻ, ഭൂതസന്തപൻ എന്നീ 5 പുത്രന്മാരുണ്ടായിരുന്നു. മറ്റു പുരാണങ്ങളുടെ കണക്ക് പ്രകാരം ഹിരണ്യാക്ഷന് പുത്രസൗഭാഗ്യം ഉണ്ടായിരുന്നില്ലെന്നും അന്തകനെ പുത്രനായി സ്വീകരിച്ചുവെന്നുമാണ് പറയുന്നത്. ഹിരണ്യാക്ഷനെ വിഷ്ണു വരാഹ അവതാരത്താൽ വധിച്ചു. ഹിരണ്യകശിപുവിനും ഹിരണ്യാക്ഷനും സിംഹിക എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. തൻ്റെ പുത്രന്മാരും അവരുടെ പിൻഗാമികളും പലപ്പോഴായി വിഷ്ണുവിൻ്റെ ഒത്താശയോടെ ദേവന്മാരുടെ കൈകളാൽ കഷ്ടപ്പെടുന്നുവെന്ന് ദിതി ശ്രദ്ധിച്ചു. അതിനാൽ അവൾ തൻ്റെ ഭർത്താവായ കശ്യപനെ പ്രീതിപ്പെടുത്തുവാൻ പരമാവധി ശ്രമിക്കുന്നു. അവളുടെ പരിചരണത്തിൽ തൃപ്തനായ കശ്യപൻ ഒടുവിൽ ദിതിക്ക് ഒരു വരം നൽകാൻ നിർബന്ധിതനാകുന്നു. ഇന്ദ്രനെ വധിക്കാൻ പ്രാപ്തിയുള്ള ഒരു പുത്രനെ ലഭിക്കുവാനുള്ള വരം നൽകുവാൻ അവൾ അപേക്ഷിച്ചു. എന്നാൽ ഇതല്പം അരോചകമായി തോന്നി. ദേവന്മാർ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പത്നിയായ അദിതിയുടെ പുത്രന്മാരാണല്ലോ. 100 വർഷത്തോളം ശുചിത്വം പാലിക്കുകയാണെങ്കിൽ അതിൽ വിജയിച്ചാൽ അവൾ തീർച്ചയായും ഇന്ദ്രനെ വധിക്കാൻ പ്രാപ്തനായ ഒരു പുത്രനെ പ്രസവിക്കും. പക്ഷേ അവളതിൽ പരാജയപ്പെട്ടാൽ ആ പുത്രൻ ഇന്ദ്രന്റെ സുഹൃത്തും കൂട്ടാളിയുമായി മാറും. ആ വ്യവസ്ഥ ദിതി അംഗീകരിച്ചു. താൻ ആഗ്രഹിക്കുന്ന പുത്രനെ ലഭിക്കാൻ വേണ്ടി ദിതി തപസ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ദിതിയുടെ ഉദ്ദേശം എന്താണെന്ന് ഇന്ദ്രന് തിരിച്ചറിയാൻ കഴിഞ്ഞു. കാട്ടിൽ നിന്ന് പഴങ്ങളും വേരുകളും ചെടികളും കൊണ്ടുവന്ന് ഇളയമ്മയെ സഹായിച്ചുകൊണ്ട് അദ്ദേഹം ആശ്രമത്തിന് ചുറ്റുമായി ചുറ്റിപ്പറ്റി നിന്നു. എന്നാൽ തൻ്റെ ഇളയമ്മയെ സഹായിക്കുവാനുള്ള ഈ ശ്രമം വെറുമൊരു കാരണം മാത്രമായിരുന്നു. ദിതി ചെയ്തേക്കാവുന്ന ചില അശുദ്ധമായ പ്രവൃത്തികൾക്കായി ഇന്ദ്രൻ ശ്രദ്ധയോടെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. കശ്യപൻ ദിതിയുടെ ശുചിത്വത്തിന് കൽപ്പിക്കപ്പെട്ട 100 വർഷത്തിൽ 90 അങ്ങനെ കടന്നുപോയി. അപ്പോഴാണ് ദിതി തൻ്റെ ആദ്യത്തെ തെറ്റ് ചെയ്തത്. അവൾ തളർന്ന് ഉറക്കം പിടിച്ചപ്പോൾ സ്വന്തം തുടകളിൽ തലചായ്ച്ച് ഉറങ്ങി. അതിനിടയിൽ അവളുടെ മുടി അവളുടെ പാദങ്ങളെ സ്പർശിച്ചു. ഇത് അശുദ്ധമായ പ്രവൃത്തിയാണ്. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇന്ദ്രൻ തൻ്റെ അവസരം മുതലെടുത്തു. ഈ അശുദ്ധമായ പ്രവൃത്തിയിനാൽ ഇന്ദ്രൻ യാതൊരു തടസ്സവും കൂടാതെ സ്വതന്ത്രമായി ദിതിയുടെ ശരീരത്തിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞു. ഇന്ദ്രൻ ദിതിയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ച് അവിടെ ഗർഭസ്ഥ ശിശുവിനെ കണ്ടെത്തി. തൻ്റെ കൈവശമുണ്ടായിരുന്ന വജ്രമെന്ന ആയുധം ഉപയോഗിച്ച് ഇന്ദ്രൻ ഗർഭസ്ഥ ശിശുവിനെ 7 ഭാഗങ്ങളായി മുറിച്ചു. മുറിഞ്ഞ ഭാഗങ്ങൾ കരയുവാൻ തുടങ്ങി. ഇന്ദ്രൻ അപ്പോൾ അവരോട് പറഞ്ഞു, മാരുത, അതായത് കരയരുത്. എന്നാൽ ആ ഭാഗങ്ങൾ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. ഇന്ദ്രൻ ആ ഓരോ ഭാഗത്തെയും വജ്രായുധത്താൽ വീണ്ടും 7 ഭാഗങ്ങളായി ഗണ്ണിച്ചു. അങ്ങനെ ആകെ 49 ഭാഗങ്ങൾ രൂപപ്പെട്ടു. ഇതിനിടയിൽ ദിതി ഉണർന്നു. തൻ്റെ മക്കളെ കൊല്ലരുതെന്ന് അവൾ ഇന്ദ്രനോട് അപേക്ഷിച്ചു. ആ അപേക്ഷ ഇന്ദ്രൻ ചെവിക്കൊള്ളുന്നു. പുത്രന്മാർ ജനിച്ചു. ഇന്ദ്രൻ അവരോട് ഗർഭപാത്രത്തിൽ വെച്ച് പറഞ്ഞ ആ വാക്ക് കാരണം അവർ മരുതന്മാർ എന്നറിയപ്പെട്ടു. കശ്യപന്റെ വാക്കുകൾ പ്രകാരം അവളുടെ ശുചിത്വം നഷ്ടപ്പെട്ടതിലൂടെ മരുതന്മാർ ഇന്ദ്രന്റെ സുഹൃത്തുക്കളും സന്തത സഹചാരികളുമായി. അവർ ദൈവ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. കശ്യപന്റെ മറ്റു പുത്രന്മാരെക്കുറിച്ചും ലോമഹർഷണൻ മുനിമാരോട് വിവരിച്ചു. കശ്യപന്റെ മറ്റൊരു പത്നിയായിരുന്നു ധാനു.
അവരുടെ പുത്രന്മാർ ദാനവന്മാർ, അതായത് രാക്ഷസന്മാർ എന്നറിയപ്പെട്ടു. മറ്റൊരു പത്നിയായ മുനി സ്വർഗത്തിലെ ഗായകന്മാരായ ഗന്ധർവന്മാർക്കും സ്വർഗത്തിലെ തന്നെ നർത്തകികളായ അപ്സരസുകൾക്കും ജന്മം നൽകി. വിനതയ്ക്ക് അരുണൻ, ഗരുഡൻ എന്നിങ്ങനെ 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരുടെ സഹോദരിമാർ എല്ലാ പക്ഷികളുടെയും അമ്മമാരായിരുന്നു. കദ്രു പാമ്പുകളെ പ്രസവിച്ചു. ശേഷൻ, വാസുകി, തക്ഷകൻ എന്നിവരായിരുന്ന നാഗങ്ങളിൽ പ്രധാനികൾ. കാസയ്ക്കും പുത്രന്മാരുണ്ടായിരുന്നു. ഈ പുത്രന്മാർ അത്യധികം വിരൂപന്മാരായിരുന്നു. കുബേരദേവന്റെ കൂട്ടാളികളായിരുന്ന ദേവന്മാരായ യക്ഷന്മാരായിരുന്നവർ. സുരസിയുടെ പുത്രന്മാർ മറ്റു രാക്ഷസന്മാരായിരുന്നു. എല്ലാ വൃക്ഷങ്ങളുടെയും ഔഷധ സസ്യങ്ങളുടെയും മാതാവായിരുന്നു ഇറ. ക്രോധവർഷ പ്രേതങ്ങളെ, അതായത് പിശാചുക്കളെ പ്രസവിച്ചു. തമ്രയുടെ മക്കൾ വന്യമൃഗങ്ങളായിരുന്നു. കശ്യപന്റെ പ്രായപൂർത്തിയാകാത്ത പത്നിമാരുടെ പേരുകൾ പുരാണത്തിൽ നിന്നും മറ്റൊരു പുരാണത്തിലേക്ക് കടക്കുമ്പോൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അടുത്തതും 6ാമത്തേതുമായ വായു പുരാണത്തിന്റെ വീഡിയോവിൽ പൂർവികരെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പ്രിയരെ, 18 പുരാണങ്ങളെക്കുറിച്ചും 18 ഉപപുരാണങ്ങളെക്കുറിച്ചും 108 ഉപനിഷത്തുക്കളെക്കുറിച്ചുള്ള ഒരു നീണ്ട പരമ്പരയുടെ ഉദ്യമമാണ് ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിക്കുന്നു. ഒപ്പം നിങ്ങളുടെ മഹത്തായതും മഹനീയവുമായ സഹകരണവും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ നൽകിയ സഹായ സഹകരണങ്ങൾക്കെല്ലാം നന്ദി പ്രിയരേ. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.